ആലുവ കമ്പനിപ്പടിയിൽ 40,000 രൂപ നഷ്ടപ്പെട്ട കച്ചവടക്കാരന് 30,500 രൂപ മടക്കി കിട്ടി. രണ്ടാഴ്ചത്തെ പരിശ്രമത്തിലൂടെ ആലുവക്കാരുടെ കൂട്ടായ്മയാണ് പണം തിരികെ കണ്ടെത്തി ഉടമയെ തിരിച്ചേൽപ്പിച്ചത്. കാക്കനാട്ടെ പഴക്കച്ചവടക്കാരനായ അഷ്റഫാണ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് പണം ഊർന്നു പോയത്. പൈസ കിട്ടി, ഏകദേശം 30,500 രൂപ കിട്ടി. സന്തോഷമുണ്ട്. പോയ പണം തിരിച്ചു കിട്ടില്ലെന്നുറപ്പിച്ച് കണ്ണു നിറഞ്ഞിരുന്ന അഷ്റഫ് ഇന്ന് ഹാപ്പിയാണ്. പറന്നു പല കോണിലേക്കും പല കൈകളിലേക്കും പോയ പണം സ്വരുക്കൂട്ടി തിരിച്ചു നൽകിയ ആലുവക്കാരോട് അഷ്റഫിന് നന്ദി മാത്രം. ആലുവക്കാരോട് വളരെ സന്തോഷം, വളരെ എന്താ പറയുക, പറഞ്ഞാൽ തിരിയാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. കാരണം അവർ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പലയിടത്തും പൈസ കളക്ട് ചെയ്തിട്ട്, മെയിനായിട്ട് നസീർ ചൂർണിക്കരയാണ്. പുള്ളി ഓടി നടക്കണ പോലെ ഓടി നടക്കണമായിരുന്നു. പിന്നെ പുള്ളി 2 സ്ഥലത്ത് 2 ആളുകൾ ഉണ്ടായിരുന്നു. അവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിച്ച് പുള്ളി തന്നെ മുൻകൈ എടുത്ത് പൈസ വാങ്ങിച്ചു തന്നു. ഈ പറഞ്ഞ നസീർ ചൂർണിക്കരയാണ് കഥയിലെ പ്രധാന താരം. എത്രത്തോളം പാടുപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പൈസയുടെ ഉടമസ്ഥനെ കണ്ടെത്താൻ ശരിക്കും പറഞ്ഞാൽ 20 മണിക്കൂർ എടുത്തെന്നുള്ളതാണ്. 2 പേരുടെ പൈസ അന്ന് തന്നെ കിട്ടുകയുണ്ടായി. ഒന്ന് ഗൂഗിൾ പേ ആയിട്ട് കിട്ടി, 2 പേരുടേത് ക്യാഷായിട്ട് കിട്ടുകയും ചെയ്തു. ഇനി ഒരു 9,500 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ലഭിക്കാനുള്ളത്. കിട്ടാനുള്ള 9,500 രൂപ അതാരുടെ കയ്യിലാണെന്ന് ഒരു ധാരണയുമില്ല. പിന്നെ കുറച്ച് പോയി, അത് വിഷയമല്ല. അത്രയും കിട്ടിയില്ലേ, വരുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ഇത്രയും ദിവസമൊക്കെ ആയില്ലേ, പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ നസീർ ഇപ്പോഴും ആ പണം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. ഒപ്പം ആലുവക്കാരും. ഇത് പൈസ കയ്യിലിരിക്കുന്നവർ ഉടമസ്ഥനെ കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പൈസയുമായി എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഒരു 9,500 കൂടിയാണ് കണക്കനുസരിച്ച്, അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം അശ്വിൻ പാലാഴി, 24. എന്തായാലും ഈ ആലുവ മോഡൽ വളരെ പോസിറ്റീവായ ഒരു മൂവ്മെൻ്റാണ്. 40,000 രൂപ കൈമോശം വന്നപ്പോൾ 30,500 രൂപ കിട്ടി. ഇനി 9,500 രൂപ കൂടി കണ്ടുപിടിച്ചെടുത്ത് ആലുവ മോഡൽ നാടെങ്ങും പ്രചരിപ്പിക്കണം. ആലുവക്കാർ ഒന്ന് ജാഗ്രത പാലിച്ചോളൂ.